ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സുശീലാന്റി സമ്മതിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും മഞ്ചാടിയുടെ ജീവൻരാജിന്റെ കല്യാണം മുടങ്ങില്ല മാഷെ. അത് മുടങ്ങണമെങ്കിൽ അവൻ താലി കെട്ടാൻ അമ്പലത്തിൽ എത്തരുത്. അവനെ എങ്ങനെ തടയാൻ കഴിയും ഗൂഗിൾ? ഏതോ ഒരു തുരുത്തിലിരുന്നുകൊണ്ടല്ലേ അവന്റെ എല്ലാം നീക്കവും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മാഷെ. ഇതിനൊക്കെ മാഷിന്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. മാഷെ, അവന്റെ കൂടെ പോയാൽ അവളുടെ ജീവിതം തൊലഞ്ഞു പോകും. അവൻ വീണ്ടും മഞ്ചാടിയെ ചീറ്റ് ചെയ്യും. അത് മാഷിന് കാണണോ? വേണ്ട. അറിഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ മകളെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാനാവില്ല. എൻ്റെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവളുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി എല്ലാം ഞാൻ നിന്റെ ഇഷ്ടത്തിന് വിടുവാണ് ഗോകുൽ. മതി, എനിക്കിത് കേട്ടാ മതി മാഷെ. ഒരു ഭാഗത്ത് സുശീലാന്റിയുടെ ഡ്രാമ അരങ്ങേറുമ്പോൾ അതിന്റെ മറവിലൂടെ ജീവൻ രാജ അപ്രത്യക്ഷമാവും. കല്യാണം മുടങ്ങും. അതിനുശേഷം ജീവൻ രാജിന്റെ യഥാർത്ഥ മുഖം മഞ്ചാടിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. അവളെ നമ്മൾ തിരിച്ചു പിടിക്കും. എനിക്കൊന്നും അറിയില്ല ഗൂഗിൾ. എൻ്റെ മോളെ എനിക്ക് ചതിക്കുഴിയിൽ വീഴാതെ രക്ഷിക്കണം. അതിന് തയ്യാറായി വന്ന നീ പറയുന്നത് കേൾക്കാനേ എനിക്ക് കഴിയൂ. നാളെ ഇതിന്റെ പേരിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവരുത്. മാഷ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജീവൻ രാജിനെ മഞ്ചാടി ഒരുമിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ആ സുശീലാന്റി തന്നെ അവരുടെ കല്യാണം മുടങ്ങിയതിന് സമാധാനം പറയേണ്ടി വരും. അത് ആ സ്ത്രീയുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷയായി കരുതിയാൽ മതി. എന്താ മാഷേ? ശരി.